Students, now we are going to calculate the moment of inertia of some symmetric shaped bodies. First one, moment of inertia of a rod. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സെയിം അല്ല. അത് ഒരുപാട് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, മെയിനായിട്ടും അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, then അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡിനും ഡിഫറെൻറ്റ് ആക്സിസ് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആക്സിസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിസ് പഠിച്ചു വയ്ക്കണം. ആക്സിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ആൻ ആക്സിസ് പാസിംഗ് ത്രൂ its center and perpendicular to its length. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസിന് ഏതാണ് ആക്സിസിൻ്റെ പേര്? an axis which is passing through its center, അല്ലേ? അപ്പോൾ റോഡാണ്, റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കും, ആൻഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് length. So moment of inertia of a rod about an axis passing through its center and perpendicular to its length. അപ്പോൾ നമുക്കൊരു റോഡ് കൺസിഡർ ചെയ്യാം. ഒരു റോഡാണ്, ഇതിൻ്റെ ടോട്ടൽ മാസ് എം ആണ്, ടോട്ടൽ ലെങ്ത് എല്ലാം. ഇതിൻ്റെ ആക്സിസ് ഏതാണ്? ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആക്സിസ്. ഇപ്പോൾ സെൻറ്റർ ഇതാണെങ്കിൽ റോഡാണ്, റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്, റോഡിൻ്റെ മാസ് നമ്മൾ എം ആണ്. അപ്പോൾ ഈ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദി ആക്സിസ് എക്സ് വൈ, അല്ലേ? എക്സ് വൈ ഇസ് ദി ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഇതിങ്ങനെ ഡെറൈവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ബേസിക്കലി അതിൻ്റെ മെത്തേഡ് പറഞ്ഞ പോലെ ഒരു പോയിൻ്റ് മാസ് എടുത്തിട്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സം ചെയ്യും, അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സെക്ഷൻ എടുക്കുകയാണ്. എ സ്മോൾ സെക്ഷൻ ഓഫ് തിക്നെസ് ds which is at a distance x from the axis, then we have to calculate the moment of inertia of that small section. So moment of inertia of the element dx is equal to simple equation ആണ്, it is mass into distance square, അല്ലേ? mass into distance square. So distance നമുക്കറിയാം, distance is x, but mass നമുക്കറിയില്ല, അല്ലേ? we have to calculate the mass of the small element. So in order to calculate the mass of the small element, we define a new quantity called mass per unit length divided by lambda. Mass per unit length means we know that this whole mass is concentrated or distributed along the length, അല്ലേ? So we have to calculate the mass in a unit length. അപ്പോൾ യൂണിറ്റ് ലെങ്ത് ഞാൻ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എന്തുമാത്രം മാസ് ഉണ്ട്, അല്ലേ? മാസ് ഇൻ എ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് ലെങ്ത്. ഇതൊരു യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ആ യൂണിറ്റ് ലെങ്തിനകത്ത് എന്തുമാത്രം മാസ് ഉണ്ട്. സോ ദാറ്റ് ടേം ഈസ് കോൾഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്, അല്ലേ? ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത് 1 സെൻറ്റിമീറ്റർ ലെങ്ത് ആണെങ്കിൽ അതിനകത്ത് എന്തുമാത്രം മാസ് ഉണ്ട്? m/l മാസ് ഉണ്ട്. അപ്പം നമുക്ക് ഏത് മാസാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മാസ് ഓഫ് ദി സ്മോൾ എലമെൻറ്റ് dx എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ 1 സെൻറ്റിമീറ്റർ ലെങ്തിൽ m/l മാസ് ഉണ്ടെങ്കിൽ dx സെൻറ്റിമീറ്റർ ലെങ്തിൽ എന്തുമാത്രം മാസ് ഉണ്ട്? ഇറ്റ് ഈസ് ലാംഡ ഇൻറ്റു dx, ദറ്റ് ഈസ് m/l ഇൻറ്റു dx, അല്ലേ? അപ്പോൾ മാസും കാൽക്കുലേറ്റ് ചെയ്തു, ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി എലമെൻറ്റ് is equal to mass lambda dx into
distance square, which is lambda x square dx. അപ്പോൾ ആ എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയല്ലോ. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ബോഡിയുടെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി റോഡ് എങ്ങനെ ചെയ്യുന്ന? സ്മോൾ എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സ്മോൾ എലമെൻറ്റ്സ് കാണും, അതിൻ്റെ എല്ലാം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ചെറിയ എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ഓവർ ദി ലെങ്ത്. അപ്പോൾ ലെങ്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്സിസ് പോകുന്ന പോയിൻ്റ്, അത് സെൻറ്റർ ഓഫ് മാസ് അല്ലേ? അപ്പോൾ അത് നമുക്കതിനെ O എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എൻഡിലേക്ക് എത്ര ലെങ്ത് ഉണ്ട്? ഇറ്റ് ഈസ് L/2. ദെൻ ലെഫ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കോ -L/2. കാരണം നമ്മൾ കോർഡിനേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിനാണ്. സോ റൈറ്റ് സൈഡ് പോസിറ്റീവ് സൈഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് +L/2 വരെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് -L/2 വരെ ഉണ്ട്. ടോട്ടൽ ലെങ്ത് L ആണ്. സോ ഇൻറ്റഗ്രേഷൻ ഈസ് ഫ്രം -L/2 ടു +L/2 lambda x square dx, which is equal to lambda into integration of x square is x cube by 3. Which is equal to lambda by 3. Then upper limit L/2 the whole cube minus lower limit -L/2 the whole cube. So lambda by 3 into L cube by 8 minus, ഇപ്പോൾ -L ക്യൂബ് എന്ന് പറയുന്നത് -L ക്യൂബ്, then minus into minus plus. So lambda value m/L, then there is 3 into 2L cube by 8. 2, 8 cancel 4, then L and L, that is ml square by 12. So moment of inertia of a rod about an axis passing through its center and perpendicular to its length is ml square by 12. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റോഡ് എങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസ് അല്ലേ? ആക്സിസ് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ആക്സിസ് വൈസ് നമ്മുടെ ബോഡി അല്ലേ, നമ്മുടെ റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ml square by 12 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് an axis passing through its end and perpendicular to its length ആണ് അല്ലേ? an axis passing through its end, an axis passing through its end and perpendicular to its length ആണ്. അപ്പോൾ ആ ആക്സിസ് എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ റോഡെങ്കിൽ an axis passing through its end, എൻഡിൽ കൂടെ പാസ് ചെയ്യണം, and it is also perpendicular to its length. അപ്പോൾ ഇത് ലെങ്ത് ആണെങ്കിൽ ഇതതിൻ്റെ എൻഡ്, ഏതെങ്കിലും ഒരു എൻഡ് ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആക്സിസ്, ഇതായിരിക്കും നമ്മുടെ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഈ റോഡ് ഇതേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ കൂടി ഇതേ ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്സിസ്. അപ്പോൾ ഈ ആക്സിസ് വൈസ് നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി റോഡ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണ്. ഇറ്റ്സ് വാല്യൂ ഇസ് I is equal to ml square by 12 അല്ലേ? ദെൻ നമ്മൾ നമ്മുടെ ഗിവൺ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കി, ഈ രണ്ട് ആക്സിസും പാരലായിട്ടല്ലേ വന്നിരിക്കുന്നു. ഓൾറെഡി നോൺ വാല്യൂ ആയിട്ടുള്ള ആക്സിസും ദെൻ നമ്മുടെ ആർബിട്രറി ആയിട്ടുള്ള ആക്സിസും, അത് രണ്ടും
പാരലൽ അല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് പാരലൽ ആക്സസ് തിയറം? I is equal to ICM plus MA square. അപ്പോൾ ICM എന്ന് പറയുമ്പോൾ moment of inertia of the body about an axis passing through its center. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ഏത്? ml square by 12 എന്ന് പറയുന്ന ICM അല്ലേ. പിന്നെ ഉള്ളത് ടോട്ടൽ മാസ് m ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സിസ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെത്രയാണ്? അതെന്ന് പറയുന്നത് ടോട്ടൽ ലെങ്തിൻ്റെ ഹാഫാണ്. അപ്പോൾ എയും അറിയാമല്ലോ, എ ഈസ് L by 2. സോ വാല്യൂ I is equal to ICM plus m into a square, that is L square by 4. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ ml square 1 by 12 plus 1 by 4, which is ml square by simplifying 4 by 12, that is 1 by 3. So moment of inertia about an axis passing through its end and perpendicular to its length is ml square by 3. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ, moment of inertia of a body എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിസ്. അപ്പോൾ നമ്മളിവിടെ തന്നെ റോഡിൻ്റെ moment of inertia രണ്ട് ഡിഫറെൻറ്റ് ആക്സിസ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എൻഡിൽ കൂടെ പോകുന്ന ഒരു ആക്സിസും അതുപോലെ സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസും രണ്ടിൻ്റെ വാല്യൂവിൽ കണ്ട വ്യത്യാസം കണ്ടേ. ഇതാ ICM is equal to ഇവിടെ എന്താ കിട്ടിയ, സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ml square by 12, അല്ലെങ്കിൽ എൻഡിൽ കൂടെ പോകുന്ന ആക്സിസ് വൈസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ml square by 3. അപ്പോൾ ഇതാണ് moment of inertia of a rod. അതിൻ്റെ രണ്ട് ആക്സിസ് വൈസുള്ള വാല്യൂ ഉണ്ട്, അത് രണ്ടും നിങ്ങൾ പഠിക്കുക. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.